എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആരംഭിച്ച പദ്ധതി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആരംഭിച്ച പദ്ധതി സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ എന്ന പദ്ധതിയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആരംഭിച്ച പദ്ധതി. രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയാണ് രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ. ഡെറാഡൂണാണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാനാണ് വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകൾ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളത്. സൈനിക സ്കൂൾ എന്ന ആശയം അവതരിപ്പിച്ചത്. സൈനിക സ്കൂൾ എന്ന ആശയം അവതരിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് സൈനിക സ്കൂൾ എന്ന ആശയം അവതരിപ്പിച്ചത്. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ച്. 1952 മാർച്ചിലാണ് കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്നത്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. മലപ്പുറത്താണ് കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ. ഗവർണറാണ് സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാന അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷിമന്ത്രി. കൃഷിമന്ത്രിയാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല നുവാൽസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. നുവാൽസ്. നുവാൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് കേരളത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത ആദ്യ സർവകലാശാല. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല.
കാലിക്കറ്റ് സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ സഹജ് ഇൻ്റർനാഷണൽ. കൊച്ചിയിലെ സഹജ് ഇൻ്റർനാഷണൽ സ്കൂളായിരുന്നു ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ്. ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി. ജോൺ മത്തായി ആണ് കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. കെ ജയകുമാറാണ് മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ. കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറി. മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചെന്നൈ. ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെന്റിനലീസ് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? സെന്റിനലീസ് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് സെന്റിനലീസ്. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വർഷം. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വർഷം 1906. 1906 സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത് മൊറാർജി ദേശായി. 1979 ഫെബ്രുവരി 11 മൊറാർജി ദേശായിയാണ് സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ധൻബാദ്. ജാർഖണ്ഡിലെ ധൻബാദിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്. ഒഡീഷയിലെ കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. മൈസൂരിലാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം ബംഗളൂരു. ബംഗളൂരുവിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? നാഗാലാൻഡ്. നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവി നദി. മണ്ഡോവി നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം 1973. 1973 മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം പിൻഡോ കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം അറിയപ്പെടുന്നത്
പിൻഡോ കലാപം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ. സിനിമ ആക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി. സിനിമ ആക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് സിനിമ ആക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ. ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി. ഐതിഹ്യമാല എന്ന ചെറുകഥാസമാഹാരം രചിച്ചത്. ഐതിഹ്യമാല എന്ന ചെറുകഥാസമാഹാരം രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല എന്ന ചെറുകഥാസമാഹാരം രചിച്ചത്. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി മീസോസ്ഫിയർ. മീസോസ്ഫിയർ ആണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് ഫാഗോസൈറ്റും എന്നും അറിയപ്പെടുന്ന രക്തകോശം. ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയം. സോഡിയത്തിൻ്റെ അയിരാണ് ബൊറാക്സ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡാണ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.